ഹലോ എവ്രി വൺ. ഇന്ന് പീസ് കറിയും നൂൽപുട്ടുമാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ തലേ ദിവസം തന്നെ സോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതാ പ്രഷർ കുക്ക് ചെയ്യാൻ വെച്ചു. ഇനി പൂജാപാത്രങ്ങളൊക്കെ കഴുകണം. അത് പുളിയും ഈ പീതാംബരി പൗഡറും ഇട്ടിട്ടാണ് കഴുകുന്നത്. അപ്പോൾ അതാ വൃത്തിയിൽ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പണിയെല്ലാം കഴിഞ്ഞ ശേഷം പൂജാ റൂമും വൃത്തിയാക്കി. അപ്പോഴത്തേനും നമ്മുടെ പീസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, പ്രഷറൊക്കെ പോയി. ഇനിയിപ്പോൾ നമ്മുടെ പീസ് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനിതാ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കടുക് ഇട്ട് കൊടുക്കാം. ഡബിൾ ഹോസിൻ്റെ ഇതാ ഇടിയപ്പ പൗഡറാണ്, വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും അവിടെ കടുക് പൊട്ടി. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടു, ഒരു മേസ്, പിന്നെ ഒരു പട്ട, ഒരു ക്ലോവ്സ് ഇതും ഇട്ട് ഇതാ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി കുറച്ച്, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില, ഇതൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ സവാളയ്ക്കൊന്ന് സോഫ്റ്റായിട്ട് വരണം. ഇപ്പോൾ സവാളയ്ക്കൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടൊമാറ്റോ ആണ് ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ടൊമാറ്റോ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ നൂൽപുട്ട് ഉണ്ടാക്കാനായിട്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അവിടെ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂട് വെള്ളം ചേർത്തിട്ടാണ് ഇത് കുഴയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത ശേഷം ചൂടുവെള്ളം കുറേശ്ശെ നമുക്ക് ചേർത്തിട്ട് നമ്മുടെ നൂൽപുട്ടിന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യുന്നത് ആദ്യം. എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇടിയപ്പം മാവ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ നൂൽപുട്ടും പീസ് കറിയാണ് ഇന്നലെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. ഇനിയിപ്പോൾ നാളെ വിഷുവിന് ആണല്ലോ. അപ്പോൾ വിഷുവിന് വേണ്ട വെജിറ്റബിൾസ് നമുക്ക് ചെറിയൊരു സദ്യയ്ക്ക് അതും കട്ട് ചെയ്ത് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെജിറ്റബിളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദാ നമ്മുടെ നൂൽപുട്ടിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കൊറിയാൻഡർ പൗഡറും ഒരു 1 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗരം മസാല ഒരു 3/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊടിയൊക്കെ ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം, ഈ പൊടിയുടെ പച്ച മണയ്ക്ക് പോയി കിട്ടാനായിട്ട്. അപ്പോൾ ഇത് നല്ല പീസ് കറിയാണ്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനുമാണ് നമുക്ക് നൂൽപുട്ടിൻ്റെ കൂടെ. ഇപ്പോൾ ഇതാ പ്രഷർ കുക്ക് ചെയ്ത പീസും ആഡ് ചെയ്ത് കൊടുത്തു. ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല, ഇനി ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിപ്പോൾ നന്നായിട്ട് ബോയിലാവട്ടെ. മസാലയൊക്കെ നമ്മുടെ പീസിലൊന്ന് പിടിച്ച് വരണം. അപ്പോൾ നല്ല അടിപൊളി പീസ് കറിയാണ് ഇത്. ഇനി നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കാനായിട്ട് ഇതിലേക്ക് കുറച്ച് നമുക്ക് എണ്ണ തൂവി കൊടുക്കാം. അപ്പോൾ എണ്ണ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മാവ് നമുക്ക് ഇതിൽ കൂടെ പിഴിയാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇഡ്ഡലി തട്ടിൽ എണ്ണ തടവി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ പിഴിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 2 തട്ടിലും പിഴിഞ്ഞ് കൊടുത്ത ശേഷം മുകളിൽ കുറച്ച് നാളികേരവും ഇട്ട് കൊടുക്കുകയാണ്. വേണമെങ്കിൽ ഫസ്റ്റ് നാളികേരം ഇട്ട ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് പിഴിയാം, ഇല്ലെങ്കിൽ പിഴിഞ്ഞ ശേഷം മുകളിൽ നാളികേരം ഇടാം. എങ്ങനെ വേണമെങ്കിലും അത് നമ്മുടെ താല്പര്യം പോലെ. അപ്പോൾ അങ്ങനെ പിഴിഞ്ഞ ശേഷം നാളികേരം ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. വേഗം ആകുകയും ചെയ്യും. ചൂടുവെള്ളത്തിലല്ലേ നമ്മൾ കുഴച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആകുമ്പോഴത്തേനും ഞാൻ നമ്മുടെ ഈ പ്ലേറ്റിലും അങ്ങോട്ട് നൂൽപുട്ടിന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയ ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മാറ്റിയ ശേഷം മറ്റേ പ്ലേറ്റ് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ വേഗം ആകുകയും ചെയ്യും. അപ്പോൾ പീസ് കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇടിയപ്പവും പീസ് കറി. അപ്പോൾ ഹസ്ബൻഡ് ഞാൻ സെർവ് ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച ശേഷം ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾക്ക് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം വിളക്കും കത്തിച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് ഞാൻ കഴിച്ചത്. പിന്നെ നാളത്തേക്കുള്ള വിഷുവിന് വേണ്ടിയിട്ട് അവിയലിന് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഇഞ്ചി പുളിക്കും, പിന്നെ ക്യാബേജ് തോരൻ,
പിന്നെ ഞാൻ വിചാരിച്ചു മാമ്പഴം കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഇതാ കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചലത്തേക്ക് എനിക്ക് ഇതാ പയർ കൊണ്ട് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അതിന് സവാളയും പച്ചമുളകും കരിവേപ്പിലയും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് സിമ്പിളുമാണ്, ടേസ്റ്റിയുമാണ്. അതും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ തേങ്ങാക്കൊത്തും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയിൽ തേങ്ങാക്കൊത്ത് കഴിക്കാൻ കിട്ടുമ്പോൾ അതും നല്ലൊരു ടേസ്റ്റ് തരും. അപ്പോൾ അങ്ങനെ തേങ്ങാക്കൊത്തും ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പയർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത ശേഷം കുറച്ച് വെള്ളവും ആഡ് ചെയ്തിട്ട് കവർ ചെയ്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇൻ ബിറ്റ്വീൻ നമുക്ക് സ്റ്ററും ചെയ്ത് കൊടുക്കണം. എനിക്ക് എൻ്റെ കയ്യിൽ തലേ ദിവസത്തെ കറിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ കറികളൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഈ പയർ ഉപ്പേരിയാണ് ഉച്ചലത്തേക്ക് ഇന്നുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോഴത്തേനും നാരങ്ങ വെള്ളം വേണം പറഞ്ഞു. അപ്പോൾ അതെന്താ കലക്കി കൊടുത്തു. നല്ല ചൂടാണല്ലോ, അപ്പോൾ നല്ലപോലെ ദാഹമുണ്ട്. അപ്പോൾ എല്ലാവർക്കും കലക്കി നാരങ്ങ വെള്ളം കുടിക്കുകയും ചെയ്തു. നമ്മുടെ പയറും ആയി. മുളക് മേടിച്ചത് ഇതാ ഞെട്ടി കളഞ്ഞ് വെക്കുകയാണ്. എന്നുവെച്ചാൽ ഞെട്ടി കളഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അത് വേഗം കേടാവില്ല. അപ്പോൾ അങ്ങനെ ഇതാ കളഞ്ഞ് ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ ഉച്ചലത്തേക്കുള്ള ഉപ്പേരി റെഡിയായി. പിന്നെ കുറച്ച് മീൻകറി ബാക്കിയുണ്ട്. അപ്പോൾ അത് അച്ഛനും മോക്കും ആ മീൻകറി ഉണ്ട്. പിന്നെ ചക്കക്കുരുവിൻ്റെ ഉപ്പേരിയുമുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചലത്തേക്ക് ഇത് വെച്ചിട്ട് ഞാൻ ഒപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഉച്ചലത്തേക്കുള്ള നമ്മുടെ ലഞ്ചിനുള്ള കറികൾ. അത് കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു. ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രം കഴുകി സ്റ്റോവ് ടോപ്പും എല്ലാം വൃത്തിയാക്കിയ ശേഷം ഇപ്പോൾ എൻ്റെ മീ ടൈമാണ്. പ്രേമലു ഇറങ്ങിയിട്ടുണ്ട് ഹോട്ട്സ്റ്റാറിൽ. അപ്പം ഞാൻ അതിരുന്ന് കാണുകയാണ്. ഞാനും എൻ്റെ മോളും കൂടിയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും ചായ വെക്കേണ്ട ടൈമായി. അപ്പോൾ മോൾക്ക് മുളക് ബജ്ജി നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ മുളക് ലുലുന്ന് മേടിച്ചിരുന്നു, നമ്മുടെ ബജ്ജി മുളക്. ഇപ്പോൾ കടലമാവും അരിപ്പൊടിയും കായപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്, ലംസ് ഇല്ലാതെ. ഇതപ്പോൾ കലക്കി എടുത്തു കഴിഞ്ഞു. എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുമുണ്ട്. ഇതാ നമ്മുടെ കൈ ഇങ്ങനെ വിടുമ്പോൾ കയ്യിലൊന്ന് കോട്ടായി വരണം, ആ രീതിയിലാണ് കലക്കുന്നത്. ചായക്ക് വെള്ളവും വെച്ചിട്ടുണ്ട്, ചായയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു സൈഡ് ബൈ സൈഡ്. ഇതാണ് നമ്മുടെ മുളക്, ബജ്ജിക്ക് ഉണ്ടാക്കേണ്ട മുളക്. അത് രണ്ടായിട്ട് കീറിയ ശേഷം ചൂടെണ്ണയിൽ നമുക്ക് ഇട്ട് വറുത്ത് കോരിയാൽ മതി. നാളെ വിഷു അല്ലേ, പടക്കം പൊട്ടിക്കുന്ന ശബ്ദവും ഇതാ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തുള്ള വീടുകളിലേക്ക് പടക്കം പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ മുളക് ബജ്ജി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ മോൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ലുലുവിൽ കണ്ടപ്പോൾ ഞാൻ മേടിച്ചതാണ്. അപ്പോൾ വൈകുന്നേരത്തെ സ്നാക്ക്, ഇന്നത്തെ സ്നാക്ക് മുളക് ബജ്ജിയാണ്. അങ്ങനെ ഇതാ ബജ്ജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നല്ല ക്രിസ്പായിട്ട് വരികയും ചെയ്യും. നമ്മൾ അരിപ്പൊടി ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ നല്ല ക്രിസ്പായിട്ട് കിട്ടും ഇത്. അപ്പോൾ വൈകുന്നേരത്തിൻ്റെ ടീ ടൈം സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായയും മുളക് ബജ്ജിയും. രാത്രിത്തേക്ക് എനിക്ക് രാവിലത്തെ നൂൽപുട്ട് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാത്രി എനിക്ക് വലിയ പണിയില്ല. ബാക്കിയുള്ള മുളകും ഇതുപോലെ വറുത്തെടുക്കുകയാണ്. പിന്നെ കുറച്ച് മാവ് ബാക്കി വന്നപ്പോൾ ഞാൻ പൊട്ടേറ്റോയും കട്ട് ചെയ്തെടുത്തു. അത് ഞാൻ കാണിച്ചില്ല എന്ന് മാത്രം. അങ്ങനെ ചായ പരിപാടിയും കഴിഞ്ഞു. പിന്നെ രാത്രിത്തേക്ക് നൂൽപുട്ടും മറ്റേ പീസ് കറിയും ഉണ്ട്. പിന്നെ കുറച്ച് മാവുണ്ട്, അപ്പോൾ ദോശയും ചുടാം. അപ്പോൾ അതുകൊണ്ട് രാത്രിയിൽ എനിക്ക് പണി അധികമില്ല. ഇനിയിപ്പോൾ അരി ഉഴുന്ന് അരയ്ക്കാനുണ്ടായിരുന്നു, അതും അരച്ചു. നാളത്തേക്ക് ദോശയ്ക്കാണ്. അപ്പോൾ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും ക്ലീനിങ് ആണ്. എന്ത് ചെയ്താലും ക്ലീനിങ്ങും ചെയ്യണമല്ലോ. അപ്പോൾ ആ പണിയും കഴിഞ്ഞു. രാത്രി നൂൽപുട്ടും ദോശയും പീസ് കറിയും കഴിച്ചു. അപ്പോൾ ആ പണിയും കഴിഞ്ഞ ശേഷം പിന്നെ മേലേക്ക് കഴുകി വന്നിട്ട് വേണം ഇനി എനിക്ക് വിഷുവിന് വേണ്ടിയിട്ടെല്ലാം ഒരുക്കാനായിട്ട്. അപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൂട്ട്സും വെജിറ്റബിൾസും വെള്ളരിക്കയും എല്ലാം എടുത്തിട്ട് വന്ന് കണി ഒരുക്കണം. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.